ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ടി.എസ്. ഡിലേറ്ററിൻ്റെ എസ്സേ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന എസ്സേ ആയിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്, നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എലിയറ്റ്സ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രി അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇൻ ദിസ് പാർട്ട് ഓഫ് എസ്സേ എലിയറ്റ് ഡെവലപ്സ് ഹിസ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി ഓഫ് ദ പോയട്രി. ഈ ഒരു പാർട്ടിൽ, ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എലിയറ്റിൻ്റെ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റിയാണ് അല്ലേ. ആ ഒരു ഇംപേഴ്സണാലിറ്റി തിയറിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിലെന്ത് ചെയ്യുന്നു? ഹി കമ്പയർസ് ദ മൈൻഡ് ഓഫ് എ പോയറ്റ് ടു എ കാറ്റലിസ്റ്റ് ആൻഡ് ദ പ്രോസസ് ഓഫ് പോയറ്റിക് ക്രിയേഷൻ ടു ദ പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതായത് ഇതിൽ അദ്ദേഹം പോയറ്റിൻ്റെ മൈൻഡിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ്? ടു എ കാറ്റലിസ്റ്റ് ഓർ ദ പ്രോസസ് ഓഫ് പോയറ്റിക് ക്രിയേഷൻ ടു എ പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നമ്മളിതൊക്കെ പറഞ്ഞതാണ് അല്ലേ. പോയറ്റിക് ക്രിയേഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ, പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പോലെയാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ആൻഡ് ദ പോയറ്റ് മൈൻഡ് ഫങ്ഷൻ ആസ് എ കാറ്റലിറ്റിക് ഏജൻറ്റ് ടു കമ്പൈൻ ഡിഫറെൻറ്റ് ഇമോഷൻ ഇൻ ടു സംതിങ് ന്യൂ അല്ലേ. അതായത് ഒരു പ്രേരകം, കാറ്റലിസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രേരകം, അതിന് കാരണമാകുന്ന, റീസൺ ആകുന്ന ഒന്നിൻ്റെ പ്രസൻസോട് കൂടിയാണ്. അതായത് ഒന്നിൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ പോയറ്റിൻ്റെ മൈൻഡും ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ഇമോഷൻ ഇൻ ടു സംതിങ് ന്യൂ അല്ലേ. ഒരുപാട് പുതിയ ഇമോഷൻസ്, ഡിഫറെൻറ്റ് ഇമോഷൻസ് പുതിയതായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. In a jar that contain oxygen and sulfur dioxide, sulfurious acid is formed only when the fine filament of platinum is introduced into the jar. ഇതിൽ എലിയറ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. നമ്മളൊരു ജാറിൽ ഓക്സിജനും സൾഫർ ഡയോക്സൈഡും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. സൾഫ്യൂരിയസ് ആസിഡ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? പ്ലാറ്റിനം ആവശ്യമാണ്. അപ്പോൾ ദ കോമ്പിനേഷൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ദ പീസ് ഓഫ് പ്ലാറ്റിനം. അവിടെ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സൾഫ്യൂരിയസ് ആസിഡ് ഉണ്ടാകുന്നുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസോട് കൂടിയാണ് അവിടെ എന്തുണ്ടാകുന്നത്? സൾഫ്യൂരിയസ് ആസിഡ് ഉണ്ടാകുന്നത്. അതുപോലെ വിച്ച് ഈസ് ദ കാറ്റലിസ്റ്റ് ദാറ്റ് ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അവിടെ പ്ലാറ്റിനം എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്. അതിൻ്റെ ഡ്യൂട്ടി എന്താണ്? ടു ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ആ കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത കൂട്ടാനും അത് പെട്ടെന്ന് നടക്കാനും വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? പ്ലാറ്റിനം ഹെൽപ്പ് ചെയ്യാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ദ മെറ്റൽ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ എനി ചേഞ്ച് ആൻഡ് റിമെയിൻ അൺഎഫക്റ്റഡ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. പക്ഷേ അതിൽ മെറ്റലിന് എന്തും വരുന്നില്ല, മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അത് അൺഎഫക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പോയറ്റിൻ്റെ മൈൻഡും. അതായത് ഇറ്റ് ഈസ് സിമിലർ ടു ദ കാറ്റലിക് ഏജൻറ്റ് വിച്ച് ഈസ് നെസസറി ഫോർ ദ കോമ്പിനേഷൻ ഓഫ് ഇമോഷൻ ആൻഡ് എക്സ്പീരിയൻസ് ടു ടേക്സ് പ്ലേസ് ബട്ട് റിമെയിൻ അൺഎഫക്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് പോയറ്റിക് കോമ്പിനേഷൻ. അതായത് പ്ലാറ്റിനം നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഒരു പുതിയൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നുവെങ്കിലും അവിടെ പ്ലാറ്റിനത്തിന് എന്ത് വരുന്നില്ല? മാറ്റം വരുന്നുണ്ടോ? ഇല്ല. പ്ലാറ്റിനം അവിടെ എന്ത് ചെയ്യുന്നു? റിമെയിൻ അൺഎഫക്റ്റഡ് ആണ് അല്ലേ. ആ കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് അത് അൺഎഫക്റ്റഡ് ആയിക്കൊണ്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു പോയറ്റിൻ്റെ മൈൻഡും. പോയറ്റിൻ്റെ മൈൻഡ് എന്തുപോലെയാണ്? ഒരു പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു കാറ്റലിക് ഏജൻറ്റ് പോലെ തന്നെയാണ് പോയറ്റിൻ്റെ മൈൻഡും. അതെന്ത് ചെയ്യുകയാണ്? ഇമോഷൻസും എക്സ്പീരിയൻസൊക്കെ എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നിർബന്ധമാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു? പോയറ്റിൻ്റെ മൈൻഡ് എന്താ? ഇൻ ദ പ്രോസസ് ഓഫ് പോയറ്റിക് കോമ്പിനേഷൻ. ഈ പോയറ്റിക് കോമ്പിനേഷൻ്റെ സമയത്ത് പോയറ്റിൻ്റെ മൈൻഡ് എന്ത് ചെയ്യുന്നില്ല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓക്കെ, the mind of the poet is constantly engaged in forming emotion and experience and create them into new whole, but the new combination does not contain the trace of the poet's mind. അതായത് പോയറ്റിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു കാറ്റലിസ്റ്റിൻ്റെ റോളാണ്. അപ്പോൾ ആ പോയറ്റ് എപ്പോഴും എന്താ ചെയ്യുക? ഓൾവേസ് എൻഗേജ്ഡ് ടു ഫോം ഇമോഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് നല്ല ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടി പോയറ്റിൻ്റെ മൈൻഡ് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യും? എൻഗേജ് ചെയ്യപ്പെട്ടു. എന്നിട്ടോ ക്രിയേറ്റിംഗ് ദം ഇൻ ടു എ ന്യൂ ഹോൾ. അതായത് ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ ഒന്ന് ആര് ക്രിയേറ്റ് ചെയ്യും?
പോയറ്റ്. മനസ്സിലാണ്ട്? അതായത് പോയറ്റിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാറ്റിനം പോലെയാണെന്നും ആ പ്ലാറ്റിനം ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു പുതിയൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പോയറ്റിൻ്റെ മൈൻഡ് എന്ത് ചെയ്യുന്നു, എൻഗേജ് ചെയ്തുകൊണ്ട് പുതിയ ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ. എന്നിട്ടോ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ കോമ്പിനേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ദർ ഇസ് നോ ട്രേസ് ഓഫ് ദ പോയറ്റ്സ് മൈൻഡ്. നമ്മളോട് പറഞ്ഞു പ്ലാറ്റിനം, അതായത് ഓക്സിജനും അവിടെ എന്ത് ചെയ്യുന്നു, സൾഫർ ഡയോക്സൈഡും കൂടി ചേർന്ന് അതിലേക്ക് പ്ലാറ്റിനം കൂടി എന്ത് ചെയ്യുമ്പോൾ, പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസോടുകൂടി ഇത് രണ്ടും കൂടി ചേർന്ന് സൾഫ്യൂരിയസ് ആസിഡ് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താ പറയുന്നു, രണ്ട് പ്രൊഡക്റ്റ് കൊണ്ടൊരു പുതിയൊന്നുണ്ടാവുകയാണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല, പ്ലാറ്റിനത്തിൻ്റെ ക്വാളിറ്റി ആര് കാണിക്കുന്നില്ല, പുതിയ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടോ, ഇല്ല. അതുപോലെ തന്നെയാണ് കവി എന്ത് ചെയ്യുകയാണ്, ഇമോഷൻസും എക്സ്പീരിയൻസൊക്കെ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് പുതിയൊന്നുണ്ടാക്കും. പക്ഷെ അതിൽ പോയറ്റിൻ്റെ എന്ത് വരില്ല, മൈൻഡ് വരില്ല. എന്തുപോലെ, ആസ് ദ ന്യൂലി ഫോംഡ് ആസിഡ് ഈസ് ഡിവൈഡ് ഓഫ് എനി ട്രേസ് ഓഫ് പ്ലാറ്റിനം. സൾഫ്യൂരിയസ് ആസിഡ് എന്ന് പറയുന്ന പുതുതായി ഫോം ചെയ്ത ആസിഡിന് എന്തില്ല, ഡിവോയിഡ് ഓഫ് എനി ട്രേസ് ഓഫ് പ്ലാറ്റിനം, പ്ലാറ്റിനത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കവി പുതിയൊരു ഇമോഷൻസ് ഫോം ചെയ്യുന്നത്. അത് ആരുടെ ഇമോഷനുമായിട്ട് ബന്ധമില്ല, കവിയുടെ ഇമോഷൻസോ ഫീലിങ്സോ ആയിട്ട്, എക്സ്പീരിയൻസോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് ആയിരിക്കണം. മനസ്സിലായോ? ഇനി ഇവിടെ കണ്ടോ എലിയിട്ട് പറയുന്നത്, ഒരുപാട് പറയുമ്പോൾ ഇതാവും. ദ മോർ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ്, ദ മോർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഇൻ ഹിം വിൽ ബി ദ മാൻ ഹു സഫേഴ്സ് ആൻഡ് മൈൻഡ് വിച്ച് ക്രിയേറ്റ്. അദ്ദേഹം പറയുന്ന ഒരു പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എങ്ങനെയുള്ള ആളായിരിക്കും, ഹി ഷുഡ് സെപ്പറേറ്റ് ഹിം ആൻഡ് ഹിസ് മൈൻഡ്, സെപ്പറേറ്റ് ഇൻ ഹിം വിൽ ബി ദ മാൻ ഹു സഫേഴ്സ് ദ മൈൻഡ് വിച്ച് ഹി ക്രിയേറ്റ്സ്. അതായത് ഹീസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ദ തിങ്സ് ദാറ്റ് ഹി ക്രിയേറ്റ്സ് ആണ്. അതായത് ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായിരിക്കും, ഹി ഓൾവേസ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ തിങ്സ് ദാറ്റ് ഹി ക്രിയേറ്റ്. അവൻ ഉണ്ടാക്കുന്നതിൽ നിന്ന്, അവൻ്റെ പ്രൊഡക്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി അവൻ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. അതായത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് ഒരു ബന്ധവും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക്കും അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുമായിട്ട്. അതായത് എപ്പോഴും എന്തായിരിക്കും, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആളായിരിക്കും നല്ലൊരു ആർട്ടിസ്റ്റ്. The man suffers his experience, but it is his mind which transforms the experience into something new and different. അതായത് മാൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് എക്സ്പീരിയൻസ് സഫർ ചെയ്യുന്നുണ്ട്, വിച്ച് ട്രാൻസ്ഫോം എക്സ്പീരിയൻസ് ഇൻ ടു സംതിങ് ന്യൂ ആൻഡ് ഡിഫറെൻറ്റ്. അതായത് ഒരുപാട് എക്സ്പീരിയൻസുകളുള്ള ആളായിരിക്കാം, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതൊക്കെ പുതുതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ടോട്ടലി പറഞ്ഞു വന്നത്, ദ പേഴ്സണാലിറ്റി ഓഫ് ദ പോയറ്റ് ഡസ് നോട്ട് ഫൈൻഡ് എക്സ്പ്രഷൻ ഇൻ ഹിസ് പോയട്രി. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കവിയുടെ പേഴ്സണാലിറ്റി എന്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഇംപേഴ്സണാലിറ്റി തിയറി. അതായത് ഒരു കവിക്കുണ്ടാകുന്ന പേഴ്സണലി ഉണ്ടാകുന്ന ഒരു കാര്യവും റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല എവിടെ, അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എന്ത് വെച്ച് വായിക്കുക, കയ്യിലുള്ള പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് കേൾക്കണേ. ഇനി അടുത്തത്, the experience which enter the poetic process are emotions and feeling. നമ്മളോട് പറഞ്ഞു പോയറ്റ് എന്ത് ചെയ്യുന്നു, ഒരുപാട് പുതിയ ഒരു എക്സ്പീരിയൻസസ് എന്ത് ചെയ്യുന്നു, പുതിയ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഇമോഷൻ, പുതിയൊരു ഫീലിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, പുതിയൊന്ന് നമ്മളെ പോയട്രിയിലേക്ക് കൊണ്ടുവരികയാണ്. അത് ശരിക്കും എന്താണ്, ദാറ്റ് ഈസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. അത് ഒരു ഇമോഷൻസും ഫീലിങ്സുമാണ് അല്ലേ. അതായത് ആ ഒരു പോയട്രിയിലേക്ക് വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്. പക്ഷേ പോയട്രി മേ ബി കമ്പോസ്ഡ് ഔട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓർ ഔട്ട് ഓഫ് ബോത്ത്. Eliot distinguished between emotions and feelings, but he does not explicitly state the difference between them. പോയട്രി കമ്പോസ് ചെയ്യുന്നത് ചിലപ്പോൾ ഔട്ട് ഓഫ് ഇമോഷൻ ഓർ ഫീലിങ്സ് ഓർ ഔട്ട് ഓഫ് ബോത്ത്. ചിലപ്പോൾ അത് ഇമോഷൻ്റെ പുറത്തായിരിക്കാം ഒരു പോയട്രി ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഫീലിങ്സിൻ്റെ പുറത്തായിരിക്കാം, ചിലപ്പോൾ രണ്ടിൻ്റെയും ഒപ്പമായിരിക്കാം എന്തുണ്ടാകുന്നത്, പോയട്രി ഉണ്ടാകുന്നത്. എലിയറ്റ് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റിങ്വിഷ് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ഇമോഷനെയും ഫീലിങ്സിനെയും. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഓപ്പൺലി പറയുന്നില്ല വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. അതെന്താണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന്, ഇമോഷൻസും ഫീലിങ്സും തമ്മിലുള്ള ഡിഫറൻസിനെ എക്സ്പ്ലിസിറ്റ് ചെയ്യുന്നില്ല ആര്, നമ്മുടെ എലിയറ്റ്. പിന്നെ അദ്ദേഹം പറയുന്നത്
The distinction should therefore be ignored through it has influenced his impersonality of poetry. അദ്ദേഹം പറയുന്നത് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഒന്നും നോക്കണ്ട, അത് ഇഗ്നോർ ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ഇംപേഴ്സണാലിറ്റി തിയറി ഓഫ് പോയട്രീൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എലിറ്റ് കമ്പയർസ് ദ പോയറ്റ് മൈൻഡ് ടു എ ജാർ ഓർ എ റിസപ്റ്റൽ, അതായത് ഒരു ജാറുമായിട്ട്, ഒരു പാത്രവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിലെന്ത് ചെയ്യുന്നു? ഇന്യൂമറബിൾ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ആർ സ്റ്റോർഡ് ഇൻ എൻ ഇറാറ്റിക് ഫോം അണ്ടിൽ ഓൾ പാർട്ടിക്കിൾ വിച്ച് ക്യാൻ യുണൈറ്റ് ടു ഫോം എ ന്യൂ കോമ്പൗണ്ട് ആൻഡ് കം ടുഗെദർ. ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറ് കേട്ടോ. അപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹം പോയറ്റിൻ്റെ മൈൻഡിനെ ഒരു പാത്രവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പോയറ്റിൻ്റെ മൈൻഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് ഇന്യൂമറലായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നു? ഒരു ഇറേറ്റിക് ഫോമിലാണ്, ഒരു എന്താ പറയുക കെയോട്ടിക് വേയിൽ, ഒരുപാട് എന്താ പറയുക ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആരുടെ മൈൻഡിലേക്ക് വരും, ഇമോഷൻസും ഫീലിങ്സും ഒക്കെ. പക്ഷേ എന്ത് ചെയ്യും? അതിനെയൊക്കെ എന്ത് ചെയ്യും? ഒരു എന്താ പറയുക, അദ്ദേഹം എന്ത് ചെയ്യുന്നു? യുണൈറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒരു ന്യൂ കോമ്പണൻ്റായിട്ട്, അതായത് ഒരുപാട് ഫീലിങ്സും ഒരുപാട് ഇമോഷൻസും വന്നിട്ട് അതിനെയൊക്കെ ഒന്നിപ്പിച്ച് യുണൈറ്റ് ചെയ്ത് ഒരു ന്യൂ കോമ്പണൻ്റായിട്ട് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ഓഫ് ഓർഗനൈസേഷനാണ് റാദർ ദാൻ ഇൻസ്പിരേഷൻ. കാരണം ഓർഗനൈസ് ചെയ്യാണ്, ഡിഫറെൻറ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഒക്കെ അദ്ദേഹം ഓർഗനൈസ് ചെയ്യാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഓർഗനൈസേഷൻ റാദർ ദാൻ ഇൻസ്പിരേഷൻ. എന്തിനേക്കാളും, ഇൻസ്പിരേഷനേക്കാളും കൂടുതൽ ഇതൊരു ഓർഗനൈസേഷനാണ്. ഇനി അടുത്തത്, the greatness of the poem does not depends upon the greatness or even the intensity of emotion but intensity of the process of poetic composition. ശരിക്ക് ഒരു കവിത അത് ഗ്രേറ്റ് ആണെന്ന് പറയുമ്പോൾ അതൊരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്തിൽ? ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷൻസ് ആണ്. അതിൻ്റെ എത്രമാത്രം ഇമോഷൻസ്, ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത, ആ കവിതയിലുള്ള ഇമോഷൻസിൻ്റെ തീവ്രത അളന്നുകൊണ്ടല്ല ഒരു കവിത എന്താകുന്നത്? ഗ്രേറ്റ് ആകുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ പ്രോസസ് ഓഫ് പോയറ്റിക് കോമ്പോസിഷൻ. അതായത് അതിൻ്റെ ഒരു കവിത വായിച്ചിട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഗ്രേറ്റ്നെസ് ഓർ ബട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇമോഷൻ. അതിലുള്ള ഇമോഷൻസിൻ്റെ തീവ്രത അളന്നുകൊണ്ടായിരിക്കരുത് പോയട്രിയുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പോയറ്റിക് കോമ്പോസിഷൻ. അത് ഉണ്ടാക്കിയതിൻ്റെ ഗ്രേറ്റ്നെസ് ആണ് നോക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് അണ്ടർ ദ പ്രഷർ ഫോർ ദ ഫ്യൂഷൻ ഓഫ് ഇമോഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് പോയറ്റിക് പ്രോസസ് ഈസ് റിക്വയർഡ്. നമുക്കറിയാം കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈസ് അണ്ടർ എ പ്രഷർ, ഒരു പ്രഷറിൻ്റെ പുറത്താണ് അല്ലേ? അതുപോലെ തന്നെയാണ് ഫ്യൂഷൻ ഓഫ് ഇമോഷൻ അല്ലേ? ഒരുപാട് ഇമോഷൻസ് ഫ്യൂസ് ചെയ്തുകൊണ്ട്, യുണൈറ്റ് ചെയ്തുകൊണ്ടാണ് പോയറ്റിക് പ്രോസസ്സും നടക്കുന്നത്. അതും ഒരു പ്രഷറിൻ്റെ മേലാണ്, കെമിക്കൽ റിയാക്ഷൻ പോലെ തന്നെ. ദ മോർ ഇൻറ്റൻസ് ദ പോയറ്റിക് പ്രോസസ് ദ ഗ്രേറ്റർ ദ പോയം. എത്രമാത്രം തീവ്രതയുള്ളതാണോ അത്രയും ഗ്രേറ്റ് ആകുമെന്ത്? പോം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആദ്യം ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ അദ്ദേഹം അത് ഓപ്പണായിട്ട് പറയുന്നില്ല അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. കാരണം അത് ഇംപേഴ്സണാലിറ്റി തിയറിയെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പോയറ്റിൻ്റെ മൈൻഡിനെ ഒരു ജാറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അദ്ദേഹം പറയാണ് ഒരുപാട് ഇന്യൂമറലായ ഇമോഷൻസും ഫീലിങ്സും ആരുടെ ഈ ഒരു ജാർ എന്ന് പറയുന്ന മൈൻഡിലേക്ക് വരുന്നു. അദ്ദേഹം അതിനെയൊക്കെ യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ കോമ്പണൻസ് ആക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ട് ഓഫ് ഓർഗനൈസേഷനാണ് എന്തിനേക്കാളും, ഇൻസ്പിരേഷനേക്കാളും. പിന്നെ അദ്ദേഹം പറയുന്നത് പോയട്രിയുടെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോയറ്റിക് പ്രോസസ്സാണ്, നോട്ട് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷൻ. ദെൻ പിന്നെ അദ്ദേഹം പറയുന്നത് ആർട്ടിസ്റ്റിക് ഇമോഷനും പേഴ്സണൽ ഇമോഷനും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട്. ഒരു പോയറ്റിന് ഹാസ് ആർട്ടിസ്റ്റിക് ഇമോഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ഇമോഷൻ. For example, the poem Ode to Nightingale by Keats contain a number of emotions which have nothing to do with the nightingale. അല്ലേ? അതായത് അതിൽ കവി ഓഡ് ടു നൈറ്റിംഗൽ എന്ന കവിത നമ്മുടെ കീറ്റ്സ് എഴുതിയപ്പോൾ കവിക്ക് ഒരുപാട് പേഴ്സണലി ആയിട്ടുള്ള ഇമോഷൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൽ ആർട്ടിസ്റ്റിക് ഇമോഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ കവിയുടെ പേഴ്സണൽ ഇമോഷൻ അല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഏലിയറ്റ് പറയുന്നത്. ഓക്കെ, ഇനി
പിന്നെ പറയുന്നത് ദ പോയിറ്റ് ഹാസ് നോ പേഴ്സണാലിറ്റി ടു എക്സ്പ്രസ് ബിക്കോസ് ഹീ ഈസ് മിയർലി എ മീഡിയം വെർ ഇംപ്രഷൻ ആൻഡ് എക്സ്പീരിയൻസ് കമ്പൈൻ ഇൻ എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് വേ. അദ്ദേഹം പറയുന്നത് പോയിറ്റ് ഒരിക്കലും തൻ്റെ പേഴ്സണാലിറ്റി കവിതയിൽ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. കാരണം കവിയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം മാത്രമാണ്. അവിടെ ഇംപ്രഷൻസും എക്സ്പീരിയൻസൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് വേയിൽ അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യേറ്റ് വേയിൽ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിൽ പ്രസൻറ്റ് ചെയ്യുക മാത്രമാണ് ആര് ചെയ്യുന്നത്? പോയിറ്റ്. അതായത് പോയിറ്റ് തൻ്റെ പേഴ്സണാലിറ്റി അല്ല എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഒരു എന്താ പറയുക മീഡിയമായിട്ട് ഇംപ്രഷൻസും എക്സ്പീരിയൻസൊക്കെ ഒന്നിപ്പിച്ചൊന്ന് പുതിയത് ഉണ്ടാക്കുന്ന ഒരു മീഡിയം മാത്രമാണ് ആര്? കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താ അദ്ദേഹം പറയുകയാണ് ഇംപ്രഷൻ ആൻഡ് എക്സ്പീരിയൻസ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മാൻ മേ ഫൈൻഡ് നോ പ്ലേസ് ഇൻ പോയട്രി. ഇപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ കവിയുടെ ഇംപ്രഷൻസ്, എക്സ്പ്രഷൻ അതൊക്കെ കവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കവിയുടെ ഇംപ്രഷൻസും കവിയുടെ എക്സ്പീരിയൻസൊക്കെ. പക്ഷേ എലിയറ്റ് പറയുന്നു അതിന് എവിടെ പ്ലേസ് ഇല്ല, ഇമ്പോർട്ടൻ്റ് ഇല്ല പോയട്രിയിൽ. അദ്ദേഹം പറയുന്നത് അതായത് ഒരാളുടെ പേഴ്സണലായിട്ടുള്ള ഇംപ്രഷൻസിനും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനും എവിടെ സ്ഥാനമില്ലെന്നാണ് കവിതയിൽ. അതേ അവസരത്തിൽ കവിതയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇംപ്രഷൻസും ഒക്കെ ഉണ്ടാവും അല്ലെ, എക്സ്പീരിയൻസൊക്കെ. പക്ഷെ അത് ആരെ സംബന്ധിച്ചിടത്തോളം? പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹാവ് നോ സിഗ്നിഫിക്കൻറ്റ്. മനസ്സിലായോ? നേരെ ഓപ്പോസിറ്റ്. അതായത് അദ്ദേഹം പറയുന്നു ആർട്ടിസ്റ്റിക് ഇമോഷൻസും പേഴ്സണൽ ഇമോഷനും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം കവിക്കുണ്ടാകുന്ന തൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംപ്രഷൻസും എക്സ്പീരിയൻസും കവിതയ്ക്ക് പ്രാധാന്യമുണ്ടാകില്ല. അതേ അവസരത്തിൽ കവിതയിൽ എക്സ്പ്രസ് ചെയ്ത ഇമോഷൻസും എക്സ്പീരിയൻസും ആർക്കും പ്രാധാന്യമില്ലാത്തതായിരിക്കാം, കവിക്കും. അപ്പോൾ ടോട്ടലി ഇംപേഴ്സണൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഹി റിജക്റ്റ് ദ റൊമാൻറ്റിക് സബ്ജക്റ്റിവിസം. സബ്ജക്റ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻസും ഫീലിങ്സും കവിയുടെ തന്നെയാണ് ആര് എക്സ്പ്രസ് ചെയ്തത്? റൊമാൻറ്റിക് റൈറ്റേഴ്സ്. അതിനെ ആര്? സബ്ജക്റ്റിവിറ്റിയെ, റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെ സബ്ജക്റ്റിവിറ്റിയെ ആര് എതിർക്കുകയാണ്? എലിയറ്റ്. മനസ്സിലായല്ലോ? അതാണ് അതവിടെ പറയുന്നത്. ഒരുപാട് പറയുന്നത് നിങ്ങളിങ്ങനെ അതിന് ഞാൻ പറഞ്ഞല്ലോ പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അതായത് ഇമോഷൻസ് ഓഫ് പോയട്രി ആർ ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സണൽ ഇമോഷൻ ഓഫ് ദ പോയറ്റ്. അല്ല, കവിതയിൽ പറയുന്ന ഇമോഷൻസ് ആയിരിക്കില്ല ആരുടെ പേഴ്സണൽ ഇമോഷൻ? പോയറ്റിൻ്റെ. ഹിസ് പേഴ്സണൽ ഇമോഷൻ മേ ബി സിമ്പിൾ ഓർ ക്രൂഡ്. ഒരാളുടെ പേഴ്സണൽ ഇമോഷൻ, കവിയുടെ പേഴ്സണൽ ഇമോഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കാം, വളരെ ക്രൂഡായിരിക്കാം അല്ലെ, സിമ്പിൾ എന്ന് തന്നെ അർത്ഥം. പക്ഷേ കവിതയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഇമോഷൻസ് എങ്ങനെയുള്ളതായിരിക്കാം? കോംപ്ലക്സ് ആൻഡ് റിഫൈൻഡ്. മനസ്സിലായോ? ഇറ്റ്സ് എൻ്റർലി ഡിഫറെൻറ്റ്. പേഴ്സണൽ ആൻഡ് പോയറ്റിക് ഇമോഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാരണം പേഴ്സണൽ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കാം, പക്ഷേ പോയറ്റിക് ഇമോഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആൻഡ് റിഫൈൻഡ് ആണ്. മനസ്സിലായോ? അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എറൈനസ് ടു തിങ്ക് ദ പോയറ്റ് മസ്റ്റ് എക്സ്പ്രസ് ന്യൂ ഇമോഷൻ ദ റിസൾട്ട്സ് ഇൻ മച്ച് എന്ന് വേണമെന്നില്ല. അതായത് അദ്ദേഹം പറയുന്നത് തെറ്റാണ്, അതായത് ഒരു പുതിയ ഇമോഷൻസ് കാണണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അവിടെ പിന്നെയും അദ്ദേഹം പറയുന്നത് തന്നെയാണ്, പേഴ്സണൽ ഇമോഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ്പ്രസ് ചെയ്യേണ്ട, കവിയുടെ പേഴ്സണൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ എലിയറ്റ്സ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി പോയട്രി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ പേഴ്സണലി എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കേട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് വോയിസ് അയക്കണേ, സമയമുള്ളപ്പോൾ എന്ത് ചെയ്യുക, വോയിസ് അയക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ തന്നെ അയച്ചോട്ടോ.